ഹലോ ബഡീസ്, വെൽക്കം ടു മൂവി മലയാളി. നമ്മൾ ഇന്ന് ഗസ് ഹു ഐ ആം എന്ന ഡ്രാമയുടെ 21ാമത്തെ എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ന്യൂസാണ് നമ്മളെ കാണിക്കുന്നത്. നമ്മുടെ ചെറുക്കനാണെങ്കിൽ ആ ആക്സിഡന്റിൽ തന്നെ മരണപ്പെട്ടു എന്ന്. നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ ഇങ്ങനൊരു ക്ലൈമാക്സ് ഉണ്ടാവുമെന്ന്? ഞാനും ഒട്ടും വിചാരിച്ചില്ല ഇതുപോലെയൊക്കെ നടക്കുമെന്ന്. പിന്നെ നമ്മൾ കാണുന്നതോ പിള്ളേരെല്ലാരും ബ്ലാക്ക് ഡ്രസ്സിൽ ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുന്നതാണ്. ആരും കരയുന്നില്ല. സോങ്ങിന്റെ ഒക്കെ മുഖം കാണണം, ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നല്ലേ. അവൾ എന്നിട്ട് പോകാൻ നേരത്ത് അവൻ ആ ഗിഫ്റ്റ് കൊടുത്ത ക്രിസ്റ്റൽ ബോളിൽ തന്നെ നോക്കി സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അവരെല്ലാരും അവന്റെ കല്ലറയിലോട്ട് പോവുകയാണ്. എന്നിട്ട് എല്ലാരും അവിടെ നിന്ന് കരയാണ്. നമ്മുടെ ജിയാങ്കും സിയും അങ്ങനെ എണ്ണി ഓരോന്ന് പറഞ്ഞിട്ടാട്ടോ കരയുന്നത്. എല്ലാരും പൂ വെച്ച് പോയതിനു ശേഷം നമ്മുടെ സോങ് ആണെങ്കിൽ അവസാനം വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പറയുകയാണ്, ഇങ്ങനൊന്നും നടക്കുന്നു ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. നീ ജിയാന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ നിന്നെ വിളിച്ച് പറയാനിരുന്നതാണ്. പക്ഷെ നിന്റെ അച്ഛനാണ് കുറ്റവാളി എന്നറിഞ്ഞാൽ നീ ഭയങ്കരമായിട്ട് ഗിൽറ്റി ഫീൽ ചെയ്യുന്ന ഓർത്ത് മാത്രമാണ് ഞാനത് പറയാതിരുന്നത്. ഇപ്പൊ എനിക്കത് പറയാൻ സാധിക്കാത്തതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. സത്യം പറഞ്ഞ സോങ്ങിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ ശരിക്കും സങ്കടം വരുന്നുണ്ട്. എനിക്ക് വരുന്നത് പോലെ നിങ്ങൾക്കും വരുന്നില്ലേ? പിന്നെ നമ്മൾ കാണുന്നത് അങ്കിളും ചെന്നൈയും കൂടെ ഓഫീസിലിരുന്ന് സംസാരിക്കുന്നതാണ്. അപ്പോൾ അങ്കിളിന് ഒരു കോൾ വരികയാണ്. ആക്സിഡന്റിനെ കുറിച്ചൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. ഇത് കേട്ട് ചെന്നൈക്കാണെങ്കിൽ ചെറിയൊരു പേടിയൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം നീ എന്തിനാ വന്നേന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഒന്നുമില്ല, ഞാൻ ചുമ്മാ വന്നാന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പോകുമ്പോഴത്തേക്കും അങ്കിൾ ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, നിനക്ക് ജി മരിച്ചതിൽ സന്തോഷമില്ലേന്ന്. അപ്പോൾ അവന്റെ എക്സ്പ്രഷൻ കണ്ടത് ഇതുപോലെയാണ്, എന്തോ തെറ്റ് ഇവൻ കാണിച്ച പോലെയാണ്. ഇനി ഇവൻ തന്നെയാണോ? നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പെണ്ണിനെയാണ് കാണിക്കുന്നത്. ഇവള് ഭയങ്കര സങ്കടത്തോടെ ചെടികളൊക്കെ നനച്ചും വെട്ടിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പത്തേക്ക് അവൾക്കൊരു കോൾ വരികയാണ് മ്യൂസിയത്തിൽ നിന്നാണ്. അതായത് നമ്മുടെ ജിയും സോങ് കൂടി ഒരു ദിവസം പോയില്ലേ, അതെ അവിടെ നിന്നാണ് കോള്. ജി ആണെങ്കിൽ കുറെ സാധനങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇതുവരെ വാങ്ങിയിട്ടില്ല. അപ്പൊ വന്ന് വാങ്ങാമോ ചോദിച്ചുകൊണ്ടാണ് ആ കോളിൽ പറയുന്നത്. ആ മ്യൂസിയത്തിൽ എത്തുമ്പോൾ നമ്മുടെ സോങ്ങിനാണെങ്കിൽ പണ്ട് അവിടെ പോയി അവർ തമ്മിലുള്ള ഓരോ ഓർമ്മകൾ ഇങ്ങനെ വരികയാണ്. എന്നിട്ട് അവിടെ നിന്നിട്ടാണെങ്കിൽ ആ ഗിഫ്റ്റ്, അതായത് അവൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ അവൾക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇതെന്താ അവൾക്ക് മനസ്സിലാവാതെ ഇവളിങ്ങനെ നോക്കണം. ഒരു കറുത്ത ഒരു ഉൽക്ക പോലത്തെ ഒരു സംഭവം. അപ്പോൾ നിങ്ങളുടെ ചെറുപ്പത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള കാര്യങ്ങളാണോ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാൻ ഈ പുള്ളിക്കാരി പറയുകയാണ്. അതിനെക്കുറിച്ച് ഇങ്ങനെ വിശദമായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അവൾ ഇങ്ങനെ അവളുടെ പാസ്റ്റിൽ നടന്നൊരു കാര്യം ഓർക്കുകയാണ്. പണ്ട് ഇവർ രണ്ടുപേരും കൂടി രാത്രി ഇങ്ങനെ ലൈറ്റ് ഹൗസിൽ ഇങ്ങനെ കയറിയിട്ട് ഓരോ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ സോങ് പറയും, എനിക്ക് ആഗ്രഹം ഭയങ്കര ഇഷ്ടമാണ്, അതിങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ജിയോ അതിനെക്കുറിച്ച് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവളിങ്ങനെ പറയും, എനിക്ക് എപ്പോഴേലും അതിൻ്റെ ഒരു കഷ്ണമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ. പിന്നെയാണ് നമ്മുടെ സോങ്ങിനത് മനസ്സിലാവുന്നത്. കാരണം മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജി ആണെങ്കിൽ അവൻ ശരിക്കുമുള്ള ജിയാന്ന് അറിഞ്ഞിട്ടാണ് മരിച്ചതെന്ന്. അതൊക്കെ ഓർത്തിട്ട് ഇത്രയും നാളും പിടിച്ചു വെച്ചിരുന്ന സങ്കടം മൊത്തം അവൾ കരഞ്ഞങ്ങ് തീർക്കുകയാണ്. അവൻ കെയർ ചെയ്തതും സ്നേഹിച്ചതും അവർ തമ്മിൽ കണ്ടുമുട്ടിയതും അങ്ങനെ പല പല ഓർമ്മകൾ അവളുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് കാണുമ്പോൾ ശരിക്കും സങ്കടം വരുന്നുണ്ട്. കാരണം അതുപോലെയാണ് അവൾ കരയുന്നത്. ഇതേ സമയം അവരെല്ലാവരും കൂടി സോങ്ങിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവൾ എങ്ങോട്ടാ പോയതെന്ന് പോലും ഇവർക്ക് അറിയാതെ. അപ്പത്തേക്ക് അവൾ അങ്ങോട്ട് വരികയാണ് ആ ഗിഫ്റ്റൊക്കെ കൊണ്ട്. അപ്പത്തേക്ക് അവരിങ്ങനെ ചോദിക്കും, നീ ഓക്കെ അല്ലേ എന്നൊക്കെ. ഇതിന് മറുപടിയായി സോങ് പറയുന്നതോ, ഞാൻ ഓക്കെയാണ്, പക്ഷേ ജി മരിക്കുന്നതിന് മുമ്പായിട്ട് അവൻ ശരിക്കുമുള്ള ജിയാന്ന് മനസ്സിലാക്കി തന്നെയാണ് മരിച്ചിരിക്കുന്നത്. അവന്റെ ആക്സിഡന്റിന്റെ പുറകിൽ വേറെ ആരുടെയൊക്കെയോ കൈകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് എന്തായാലും കണ്ടുപിടിക്കണമെന്ന്, അല്ലെങ്കിൽ നമ്മൾ വെറും വേസ്റ്റാന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. ഇത് കേട്ട് അവരെല്ലാരും സമ്മതിക്കുകയാണ്. അങ്ങനെ അവരെല്ലാരും കൂടി പ്ലാൻ ചെയ്യുകയാണ്. ബോർഡൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് സോങ് ആണെങ്കിൽ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരാണെങ്കിൽ അവരുടെ ഓരോ സംശയങ്ങളും പറയുന്നുണ്ട്. അവിടെ എല്ലാവർക്കും സംശയം നമ്മുടെ അങ്കിളിനെയാണ്. അതുപോലെ തന്നെ 15 എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന്, പക്ഷെ ആരെന്ന് അവർക്ക് അറിയത്തില്ല. അത് കണ്ടുപിടിക്കാനും ഇവരിങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചെന്നൈനെ ഇവർ സംശയിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കണ്ണാടി ചെറുക്കൻ പറയുന്നതോ, ചെന്നൈനെ നമ്മളിങ്ങനെ സംശയിക്കാതെ അവനെ നമ്മൾ കൂട്ടായിട്ട് കൂട്ടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ക്ലൂ കിട്ടുമെന്ന്. അടുത്ത സീനിലായി നമ്മൾ കാണുന്നത് ചെന്നൈയാണെങ്കിൽ അവന്റെ അച്ഛന്റെ കൂടെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അതേസമയം നമ്മുടെ സോങ് ആണെങ്കിലോ ഒരു നേഴ്സിന്റെ വേഷം കെട്ടി അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് അവൾ പറയും, ഒരു 5 മിനിറ്റ് ഞാൻ പറയുന്ന ഒന്ന് നീ കേക്ക്. നിന്റെ അച്ഛന്റെ മരണം നിനക്കൊരു വെറും ഒരു കാർ ആക്സിഡന്റ് ആയിട്ടാണോ തോന്നുന്നത്? നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആണെങ്കിലോ ഇവനൊന്നും പറയുന്നില്ല. മര്യാദയ്ക്ക് നീ ഇറങ്ങിപ്പോക്കോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ സെക്യൂരിറ്റിനെ വിളിക്കുന്നു പറഞ്ഞിട്ട് അവൻ ദേഷ്യപ്പെടുകയാണ്. ഇതേ സമയം നമ്മുടെ സോങ് പറയും, ഇത് കണ്ടോ, ഇത് നിന്റെ അച്ഛന്റെ കാറിൽ നിന്ന് കിട്ടിയതാണ്, ഇത് കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നതെന്ന് ചോദിക്കുന്നു. അപ്പൊ അവൻ പറയും, ഇത് എന്റെ അങ്കിളാണെങ്കിൽ അച്ഛന് ഗിഫ്റ്റ് കൊടുത്തതാന്ന്. ഓഹോ, ഗിഫ്റ്റിന് കൂടെ തന്നെ ഇതും അച്ഛൻ കൊടുത്ത് തന്നെയാണോ എന്ന് പറഞ്ഞിട്ട് അവളൊരു സംഭവം കാണിക്കുകയാണ്. അപ്പൊ നോക്കുമ്പോ എന്താ, അതൊരു ബഗ്ഗാണ്. അപ്പൊ അവനാകെ കൺഫ്യൂഷൻ ആവാണ്, എന്തിനാ എന്റെ അങ്കിൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പത്തേക്കും ആണെങ്കിലോ അങ്കിൾ അങ്ങോട്ട് വരികയാണ്. ഇതേ സമയം നമ്മുടെ സോങ്ങിന്റെ ഫ്രണ്ട്സ് അവളെ അറിയിക്കുകയാണ്, നിന്റെ അങ്കിൾ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ സമയം നിന്നോട് സംസാരിച്ചേക്കാൻ പറ്റില്ല. ഇത് നോക്കിക്കേ, ഇത് കണ്ടാൽ നിനക്ക് എല്ലാം മനസ്സിലാവും എന്നിട്ട് ഒരു സംഭവം അവനെ കാണിക്കുകയാണ്.
അപ്പത്തേക്ക് നമ്മുടെ അങ്കിള് വന്നിട്ട് ആ ഡോറ് തുറക്കാൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സി എവിടെ നിന്നോ വന്നിട്ട് അങ്കിൾക്ക് ഒന്ന് കൊടുക്കാണ്. അയാളാണെങ്കിലോ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സീനെയാണ് കാണുന്നത്. എന്നിട്ട് നല്ലപോലെ പറയുന്നുണ്ട്, നിനക്ക് എന്നെ വട്ടാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ പെണ്ണ് ശരിക്കും ഒരു പ്രതികാരം വീട്ടാൻ കൂടിയാണ് അങ്ങനെ അടിച്ചത്, രക്ഷിക്കാനാണേലും. അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റിനെ കൊണ്ട് ഇവളെ പറഞ്ഞയക്കാൻ പറയാണ്. അപ്പൊ അവള് പറയും, എനിക്ക് തന്നെ പോകാൻ അറിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ ഒരു കൂസലുമില്ലാതെ നടന്നു പോകും. അപ്പത്തേക്കും നമ്മുടെ അങ്കിളിന് ഡൗട്ട് തോന്നുകയാണ്. പുള്ളിക്കാരനിട്ട് അപ്പൊ തന്നെ ഡോർ തുറന്ന് നോക്കുമ്പോൾ എന്നെ ചെന്നിനെ മാത്രമായിരിക്കും അവിടെ കാണുക. എന്നാലും പുള്ളിക്കാരനൊരു ഡൗട്ട് ഉണ്ടാകും. അവനോട് ഇങ്ങനെ സംസാരിച്ച് എല്ലാം മുക്കും മൂലയിലും ഇങ്ങനെ നോക്കുകയാണ്. അവസാനം പോവാൻ നേരത്തെ റെസ്റ്റ് റൂമിലും ഇങ്ങനെ കയറി നോക്കുകയാണ്. കാരണം പുള്ളിക്കാരൻ നല്ല ഡൗട്ട് ഉണ്ട് നമ്മുടെ സോങ് എന്തോ പണി ഒപ്പിക്കാൻ പോകുന്നുണ്ടെന്ന്. അപ്പത്തേക്കും നമ്മുടെ സോങ് ആണെങ്കിലോ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് നമ്മുടെ സീയുടെ അടുത്തെത്താണ്. സീ ഇങ്ങനെ ചോദിക്കും, എന്തെങ്കിലും കുഴപ്പമുണ്ടായല്ലേ, ഓക്കെ അല്ലേ എന്നൊക്കെ. അപ്പത്തേക്ക് അവൾ പറയും, എല്ലാം ഓക്കെയാണ്, ഇനി ചെന്നൈയുടെ കയ്യിലാണ് എല്ലാം ഉള്ളത്, നമുക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവുകയാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ചെനയാണെങ്കിൽ ഒരു വാച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് ഏതാ നിങ്ങൾക്ക് മനസ്സിലായോ? അതെ, സോങ്ങിന് ആ തീ പിടിച്ച സ്ഥലത്ത് നിന്ന് കിട്ടിയ വാച്ചാണ്, നമ്മുടെ ജിയുടെ. അതായത് ഈ വാച്ചാണെങ്കിൽ ചെനയാണ് നമ്മുടെ ജിക്ക് കൊടുത്തത്. പണ്ട് ഇവർ നല്ല കൂട്ടായിരുന്നു. അന്ന് തന്നെ ഈ ജിയുടെ അച്ഛനാണെങ്കിൽ ഈ അമ്മയായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ചെറുപ്പത്തിലൊക്കെ ഇവർ തമ്മിൽ ഇങ്ങനെ കാണുമായിരുന്നു. ആദ്യമൊന്നും നമ്മുടെ ജിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല കൂട്ടായിട്ടാണ് ഇവര് കളിച്ചു തിരിച്ച് നടത്തിരുന്നത്. പിന്നീട് ഇതൊക്കെ അറിയുമ്പോഴത്തേക്കും ചെന വന്നിട്ട് ഒരു വാച്ച് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ അവനത് തട്ടിക്കളയുകയാണ്. എന്നിട്ട് പറയും, എനിക്ക് നിന്റെ ഒന്നും വേണ്ട, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നീ എൻ്റെ അനിയനും അല്ല, ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഓടിപ്പോവാണ്. ഇത് നമ്മുടെ ചെനയെ ഭയങ്കര അധികം സങ്കടപ്പെടുത്തി കാണും. പക്ഷെ ജിക്കാണെങ്കിൽ അതോർത്ത് പിന്നീട് വിഷമവും തോന്നിയിട്ടുണ്ട്. പിന്നീട് അവനാണെങ്കിൽ ആ വാച്ച് എപ്പോഴും കെട്ടി നടക്കും. അതുകൊണ്ട് തന്നെയാണ് സോങ്ങിനത് കൊടുക്കാത്തതും. ഇതൊക്കെ ഓർത്ത് നമ്മുടെ ചെനയാണെങ്കിൽ ചിരിക്കും. എന്നിട്ട് ഇതൊക്കെ ഓർത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെറുക്കനാണെങ്കിൽ പിന്നെ അങ്കിളിനെ തന്നെയാണ് വിളിക്കാൻ പോകുന്നത്. എന്നിട്ട് അവൻ ഇങ്ങനെ ഓർക്കും, അന്ന് അങ്കിളാണെങ്കിൽ അവനോട് ജി മരിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ചോദിച്ചത് അവൻ ഓർക്കുകയാണ്. അപ്പോൾ തന്നെ എന്നിട്ട് സോങ്ങിനെ വിളിച്ചിട്ട് നിങ്ങളുടെ പ്ലാനിന് ഞാൻ ഓക്കെ ആണെന്ന് പറയുകയാണ്. എന്നിട്ട് അടുത്ത ദിവസമാണെങ്കിലും നമ്മുടെ അങ്കിളാണെങ്കിൽ ചെന്നൈനെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. എന്തോ ഡോക്യുമെന്റ്സ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കൊടുക്കുമ്പോഴത്തേക്ക് അവനൊന്നും വായിച്ചു പോലും നോക്കാതെ ധൃതി പിടിച്ച് സൈൻ ചെയ്യുകയാണ്. ഇത് കണ്ട് നമ്മുടെ അങ്കിള് പറയും, നീ എന്നെ ഇങ്ങനെ വെള്ളിത്തരം കാണിക്കുന്നത്, നീ ഒരു ചെയർമാൻ അല്ലേ, എന്തെങ്കിലും ഡോക്യുമെന്റ് കിട്ടിയാൽ അത് വായിച്ചു നോക്കാതെ സൈൻ ചെയ്യാൻ പാടില്ല. അപ്പത്തേക്ക് അവൻ പറയുന്നതോ, എനിക്ക് അങ്കിളിനെ നല്ല വിശ്വാസമാണെന്ന്. ഇത് കേട്ട് അങ്കിൾ പറയുന്നതോ, നീ അങ്ങനെ എല്ലാവരും വിശ്വസിക്കരുത്, നീ നിന്റെ ജീവിതത്തിൽ നിന്നെ മാത്രം വേണം വിശ്വസിക്കാനെന്ന്. എന്നിട്ട് അവനാണെങ്കിലും ഒപ്പിടാൻ നോക്കുമ്പോഴത്തേക്കും അവന്റെ പേന തെളിയില്ല. അപ്പത്തേക്ക് നമ്മുടെ അങ്കിളിന്റെ പേന കൊടുക്കുമ്പോഴത്തേക്കും അവനത് വലിച്ചു തിരിച്ചൊക്കെ എന്തൊക്കെയോ കാണിച്ച് താഴെ ഇടുന്നുണ്ട്. എന്നിട്ട് അത് എടുക്കുമ്പോഴത്തേക്കും ഇത്ര നേരം പൊട്ടത്തരം കാണിക്കാന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്താ, ഇതൊക്കെ നമ്മുടെ സോങ്ങിന്റെ ഐഡിയ ആണ്. അവൻ എന്നിട്ട് ആ കോട്ടിനിടയിൽ നിന്നും വേറെ പേന എടുത്തിട്ട് അതൊരു ട്രാക്കർ ഘടിപ്പിച്ച പേനയാണ്. എന്നിട്ട് അതുകൊണ്ട് സൈൻ ചെയ്തിട്ട് നമ്മുടെ അങ്കിളിന് പേന മാറ്റി കൊടുക്കുകയാണ്. ഇതേ സമയം നമ്മുടെ പിള്ളേരാണെങ്കിലോ അങ്കിളിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസമായിട്ടും അങ്കിളാണെങ്കിൽ ഓഫീസ് വിട്ട വീട്, വീട് വിട്ട ഓഫീസ്, ഇത് തന്നെയാണ്. അവരാണെങ്കിലോ രാത്രി നമ്മുടെ സോങ്ങും കണ്ണാടി ചെറുക്കനും പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ജിയാങ്കോണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതേ സമയം ഒരു ദിവസം 3-ാമത്തെ ദിവസമാണെങ്കിൽ നമ്മുടെ അങ്കിൾ ഇങ്ങനെ ഓഫീസിലാന്ന് അറിഞ്ഞിട്ട് ജിയാങ്കാണെങ്കിൽ പകൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പത്തേക്കും അലാറം ഇങ്ങനെ അടിക്കുകയാണ്. നോക്കുമ്പോ എന്താ, നമ്മുടെ അങ്കിളാണെങ്കിൽ വേറൊരു വണ്ടിയിലാണെങ്കിൽ എങ്ങോട്ടോ പോവുകയാണ്. ഇതേ സമയം അവിടെയാണെങ്കിലോ നമ്മുടെ ജിയാങ്കാണെങ്കിൽ ഈ അലാറം കേട്ട് ഞെട്ടി എഴുന്നേക്കാണ്. കാരണം ഇവൻ അറിയില്ലല്ലോ നമ്മുടെ കണ്ണാടി ചെറുക്കനാണെങ്കിൽ മാമൻ എങ്ങോട്ടോ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച കാര്യമൊന്നും. അവനാണെങ്കിൽ ഇങ്ങനെ ഒറ്റ നോക്കിക്കൊണ്ടല്ലേ ഇരുന്നത്. പാവം. എന്നിട്ട് അവൻ കുറേ അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് ഇനി എന്തോ നടക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സോങ് ആണെങ്കിൽ എല്ലാവരും വിളിച്ച് ഓടുകയാണ്. ഇതേ സമയം നമ്മുടെ ഷെന്നാണെങ്കിൽ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് എന്താ സംഭവം എന്ന് പോലും അവൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് അവൾക്ക് കത്തുന്നത്. അപ്പൊ തന്നെ എന്നിട്ട് അവള് അവരുടെ പുറകെ ഓടുകയാണ്. ഇതേ സമയം അങ്കിളാണെങ്കിൽ മറ്റേ 50 എന്ന് പറയുന്ന അയാൾക്ക് ഒരു ഡോക്യുമെന്റ് സൈൻ ചെയ്യാൻ കൊടുക്കുകയാണ്. വേറെന്തോ പണിയാന്ന് പറഞ്ഞിട്ടാണ് അയാൾ അത് നോക്കുന്നത്. പക്ഷേ അത് വേറെന്തോ ഒരു സംഭവമാണ് കേട്ടോ, അത് ഞാൻ വഴിയേ പറയാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ എന്താ, നമ്മുടെ പിള്ളേരാണെങ്കിൽ ഇങ്ങനെ സ്പീഡ് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വന്ന പടം എല്ലാവരും പല വഴിക്ക് അങ്ങ് ഓടുകയാണ്. നമ്മുടെ സോങ് ആണെങ്കിലോ ഒരു ലിഫ്റ്റിലോട്ട് ഇങ്ങനെ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. എത്രാമത്തേട്ടോ അതാണെങ്കിൽ വരുന്ന പോലുമില്ല. കുറേ നേരം കിടന്നിട്ട് ഇവളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അത് തുറന്നത് ഇവളങ്ങ് ഏറുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഇങ്ങനെ അങ്കിളിനെയും 50നെയും കാണിക്കുകയാണ്. അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു ടിന്നിങ്ങനെ എടുത്തിട്ട് അവനാണെങ്കിൽ ഇങ്ങനെ ഒരുമാതിരി ചിരിയൊക്കെ ചിരിച്ചിട്ട് അവൻ ആ ടിന്നാണെങ്കിൽ ഇങ്ങനെ താഴോട്ട് ഇടുകയാണ്. അതുപോലെ നമ്മുടെ ലിഫ്റ്റിലൊരു ബോംബ് പോലെ എന്തൊരു സംഭവം പൊട്ടിയിട്ടാണെങ്കിൽ ലിഫ്റ്റ് ഇങ്ങനെ താഴോട്ട് വരികയാണ്. അതിലാണ് നമ്മുടെ സോങ് ഉള്ളത്. എൻ്റെ പൊന്നു, ഇനി എന്താവോ നടക്കുക. അതിങ്ങനെ താഴത്തോട്ട് പോയിട്ട് ഇങ്ങനെ പതിക്കുന്നുണ്ട്. പൊടിപടലും ഒക്കെ ആയിട്ട് അവിടെ
മൊത്തം അങ്ങ് പോകുകയാവുകയാണ്. നമ്മുടെ അങ്കിളിനാണെങ്കിൽ ഓൾറെഡി തന്നെ ഈ ചെന ഇങ്ങനെ കാണിച്ചത് മനസ്സിലായി കാണും. കാരണം ഇന്നും ഇന്നലെയല്ലല്ലോ ചെനേനെ അങ്കിള് കാണാൻ തുടങ്ങിയത്. എന്നിട്ട് പുള്ളിക്കാരനാണെങ്കിലോ 3 ദിവസം പേന അതുപോലെ തന്നെ കൊണ്ടു നടക്കും. എന്നിട്ടാണെങ്കിലോ ഈ ദിവസം ആകുമ്പോഴത്തേക്ക് ഒരു ഡെലിവറി ബോയുടെ കയ്യിൽ കൊടുത്തിട്ട് അതൊരു അഡ്രസ്സിൽ കൊണ്ടയക്കും. അങ്ങനെ ആ ട്രാക്ക് നോക്കിയിട്ടാണ് ഇവരവിടെ ആകപ്പെടുന്നത്. എന്നിട്ട് അങ്ങോട്ടാണെങ്കിലോ ഫയർഫോഴ്സും അങ്ങനെ എല്ലാവരും കൂടി രക്ഷിക്കാൻ വേണ്ടി ഓടുകയാണ്. ഇതേ സമയം ഈ കാഴ്ചകളൊക്കെ ജനലിലൂടെ നമ്മുടെ അങ്കിള് 15 കൂടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കണ്ടു നിൽക്കുകയാണ്. ഇവരുടെ പ്ലാൻ ആയിരുന്നു ഇതൊക്കെ. ഇനി നമ്മുടെ സോങ്ങിന് എന്തെങ്കിലും പറ്റിയെന്നോ നമ്മുടെ ഇനി അങ്കിൾ എന്തൊക്കെ കാണിക്കാൻ പോകുന്നു എന്നൊക്കെ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത എപ്പിസോഡുമായി കാണാം. ബൈ.